അപ്പം നമ്മുടെ ബാങ്കോങ്ങിലെ ലാസ്റ്റ് ഡേ പർച്ചേസിങ്ങിന് വേണ്ടി ഞങ്ങൾ നമ്മുടെ ഇന്ദിര മാർക്കറ്റിലേക്ക് പോകുക കേട്ടോ. അത്യാവശ്യം ചീപ്പായിട്ടുള്ള പർച്ചേസിങ് ഇവിടെ പറ്റൂ കേട്ടോ. തനിക്കുട്ടി ഇതേവിടെ വന്നപ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് ഭയങ്കര കമ്പനിയായി. ഇവളിവിടെ ആരെ കണ്ടാലും കമ്പനി ആക്കൂട്ടോ. എനിക്കറിയില്ല ഇവൾ എന്താ ഇങ്ങനെയെന്നുള്ളത്. എന്തായാലും അവർ കുറേ നേരം കളിച്ചു. ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ പർച്ചേസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. നോക്കി ഒരു ക്യൂട്ടായിട്ടുള്ള ബേബിയിലെ തനിക്കുട്ടിക്ക് അതിന് ഇഷ്ടമായതേ ഇല്ല. അവൾക്ക് വേണ്ടത് ഇതേപോലത്തെ സാധനങ്ങളാണ്, ബോളുകളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവൾ വാങ്ങുകയും ചെയ്തു. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും വാങ്ങിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അവൾ ആ ബേബീനെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ. എന്ത് ചെയ്യാനാ, ഞാൻ വാങ്ങിയില്ല. പിന്നെ ഞാൻ പോയത് കോസ്മെറ്റിക്സിന്റെ ഷോപ്പിലേക്കായിരുന്നു. തനിക്കുട്ടിക്ക് ഞാൻ ലിപ്സ്റ്റിക് മുട്ടായി വാങ്ങി കൊടുത്തിട്ട് അവളുടെ കോലം കണ്ടോ നിങ്ങൾ? അവൾ ആകെ വാശിയും പിടിച്ച് കരഞ്ഞ് ആകെ അലമ്പാക്കിയിട്ടാണ് അവളുടെ മോന്ത. അങ്ങനെ ഇവിടെ എത്തിയതിന് ശേഷം ഇവൾക്ക് ഓരോ സാധനം കാണുമ്പോൾ ഭയങ്കര വാശിയും കുറുമ്പായിരുന്നു. അതാണ് ഇവളെ കാണാൻ ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോണത് നമ്മുടെ എയർപോർട്ടിലേക്കാണ്. പോണ വഴിക്കുള്ള ബിൽഡിങ്ങുകളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. എന്തൊക്കെയായാലും ഉള്ളിനുള്ളിൽ ഭയങ്കര സങ്കടമാണ്. കാരണം ഇനി ഈ നാട്ടിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളത് അറിയില്ല. എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഇനി ഒരു ചാൻസ് കിട്ടി എന്തായാലും ഞാൻ വരും. അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിലെത്തി. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. തനിക്കുട്ടി ഇതേ വാശി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരതേ അവളുടെ ബാഗിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. എയർപോർട്ടിനുള്ളിൽ നമുക്ക് കൂടെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ ഫ്ലൈറ്റ് വന്നു. അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ ഫ്ലൈറ്റിനുള്ളിൽ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തനിക്കുട്ടി ഉറങ്ങി. അവൾ ഉറങ്ങിയപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായിട്ടോ. ഇവിടുന്ന് ഏകദേശം 3.25 മണിക്കൂർ യാത്രയുടെ കൊച്ചി എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങളിതേ കൊച്ചി എയർപോർട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ഇടത്തിലുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.